എന്തായാലും നമ്മൾ നാട്ടിൽ പോവാണ്. നാട്ടിൽ പോകുമ്പോൾ നമ്മൾ പൊതുവെ വിദേശത്ത് നാട്ടിൽ പോകുമ്പം എന്തായാലും നമ്മൾ മസ്റ്റായിട്ട് കൊണ്ടുപോകുന്നത് എന്തോ കുപ്പി. അങ്ങനെ നമ്മൾ ഡയറക്റ്റ് ഡിസ്റ്റിലറിയിൽ വന്ന് കുപ്പി മേടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇവിടെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുപ്പി മേടിക്കാൻ പറ്റും. നോക്കി ഞാനിപ്പോൾ നിൽക്കുന്നത് നല്ല അടിപൊളി ഒരു ഡിസ്റ്റിലറിയിലാണ് നിൽക്കുന്നത്. ഈ പ്രാവശ്യം നാട്ടിൽ കൊണ്ടുവന്നത് സൂപ്പർ മാർക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ ലിക്കർ ഷോപ്പിൽ നിന്നൊന്നും വാങ്ങാതെ ഡയറക്റ്റ് ഡിസ്റ്റിലറി വന്ന് വാങ്ങിയ കുപ്പി നമ്മൾ നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇതാ നമുക്ക് ഈ ഡിസ്റ്റിലറി നമുക്ക് കാണാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. നമ്മൾ മേളിൽ കയറി ആദ്യം ചെന്ന് നോക്കിയപ്പം അതിൻ്റെ വെളുത്ത കുറേ സെക്ഷനൊക്കെ കണ്ടിട്ട് അപ്പോൾ മനസ്സിലായത് അവിടെയാണ് മേക്ക് ചെയ്യുന്നത്. ഇത് വലിയ വുഡിൻ്റെ ബാരലാണ്. ഈ ഡിസ്റ്റിലറിയുടെ പ്രത്യേകത പറഞ്ഞാൽ ഇവർ യൂസ് ചെയ്തേക്കുന്നത് വുഡിൻ്റെ ബാരലാണ്. വുഡിൻ്റെ വലിയ ബാരലിനകത്താണ് ഈ കലക്കി ഇട്ടേക്കുന്നത്. അതായത് ഗോതമ്പ് കലക്കി ഇട്ടേക്കുന്നത്. ഗോതമ്പും ഷുഗറും പിന്നെ ഈസ്റ്റും കൂടെ കലക്കി മിക്സ് ചെയ്ത് ഇട്ട് പ്രോസസ്സ് ചെയ്തിട്ട് ഈ അതിനെ തിളപ്പിച്ച് സ്ട്രീമാക്കി, അതായത് ആ നീരാവിയാക്കി, ആ നീരാവി തണുപ്പിച്ച് നമുക്ക് ആൽക്കഹോളാക്കി മാറ്റും. ആ പൈപ്പിൽ കൂടെയാണ് നീരാവി തണുപ്പിച്ച്, നീരാവി ഇതുവഴി ചൂടായി തണുപ്പിച്ച് ആ പൈപ്പിൽ കൂടെ പോകും. ആ പൈപ്പിൽ കൂടി ഇങ്ങനെ ചെന്ന് ഇതുണ്ടല്ലേ വൈറ്റ് ആൽക്കഹോളായി മാറി അതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഒഴുകി പോകുന്നു. ഇപ്പുറത്തെ സൈഡ് കൂടെ വേറൊരു പൈപ്പ്, അതിൻ്റെ ചൂട് വാഷ്, അത് വീണ്ടും പ്രോസസ്സ് ചെയ്ത് അതിനെ പ്യുവർ വൈറ്റ് ആക്കി എടുത്ത് അതിൻ്റെ വാഷും സെപ്പറേറ്റും ഇതിലൂടെ ഇങ്ങനെ സെപ്പറേറ്റ് ഒഴുകി പോകുന്നു. ഈ ഒഴുകി പോകുന്നതാണ് ആൽക്കഹോൾ. അപ്പം അതിനെ വൈറ്റ് കളറിലാണ് ഇത് നമുക്ക് പ്രോസസ്സിങ് കഴിയുമ്പോൾ കിട്ടുന്നത്. അതിനെ പിന്നെ കളറ് മാറുന്നതെന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഇതുപോലത്തെ ഈ വുഡിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ആ വുഡിൻ്റെ നാച്ചുറൽ കളറ് ഇറങ്ങുമെന്നാണ് അവർ പറഞ്ഞു തന്നത് എനിക്ക്. ഓരോ വർഷം കഴിയുന്തോറും അതിൻ്റെ കളറിന് വ്യത്യാസം വരും. അങ്ങനെ അതിൻ്റെ ഫ്ലേവറും ആഡ് ചെയ്യും ഇവർ. ഫ്ലേവർ ജിഞ്ചർ, ലെമൺ, അങ്ങനെ സിനമൺ, അങ്ങനെ ഫ്ലേവേഴ്സും കൂടെ ആഡ് ചെയ്യും. അത് മാത്രമല്ല ഇവരെങ്ങനെയാണ് വിസ്കി കഴിക്കേണ്ടതെന്നും കൂടെ ഇവർ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഞാൻ വാങ്ങിയത് 12 വർഷം പഴക്കമുള്ള സിംഗിൾ മാൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും പലത് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് എനിക്ക് കിട്ടിയ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഡിസ്റ്റിലറി, അതായത് ഏത് വെള്ളിയിൽ നിന്ന് മേടിച്ചാലും അത് ഈ ഡിസ്റ്റിലറിയിൽ ഉണ്ടാക്കുന്ന ആൽക്കഹോളായിരിക്കും. അതിനാണ് സിംഗിൾ മാൾട്ട് എന്ന് പറയുന്നത്. ഇതാണ് അവരുടെ ഷോപ്പ്. ഈ ഷോപ്പിൽ നമ്മളും അങ്ങനെ വന്ന് ഷോപ്പിലെ ഉള്ളിലൊക്കെ ഒരുപാട് വെറൈറ്റീസ് അവരുടെ പല ഇയേഴ്സ് ഓൾഡുള്ള ലിക്കർസ് വെച്ചിട്ടുണ്ട്. നമ്മളെല്ലാം ഒന്നും മേടിക്കാൻ പൈസ ഇല്ല, കാരണം ഭയങ്കര വിലയാണ്. 300, 400, 800 പൗണ്ട്, 800, 1,00,000 മേളിൽ വിലയുള്ള ഇതൊക്കെയാണ് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന നമുക്ക് അവർ ടേസ്റ്റ് ചെയ്യാൻ തന്ന സാധനം നമ്മൾ വാങ്ങി. ഇതുണ്ടല്ലേ 400 പൗണ്ട്, 4,000 പൗണ്ട് വരെ ഉള്ളതുണ്ട്. അപ്പം നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങി വരണം. ഞാനും അങ്ങനെ വാങ്ങി നാട്ടിൽ കൊണ്ടുപോയി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയാണ് ഞാനും വാങ്ങിയത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണ് ആൽക്കഹോൾ ഉണ്ടാക്കുന്നതെന്ന്? താങ്ക് യു.